എഡിറ്റഡ് സീൻസ് ഒക്കെ വരുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ഒരു അഭിപ്രായം? അത് ആവശ്യമില്ലാത്തതാണ്. കാരണം ഒരു സിനിമയെ കൊല്ലുന്ന ഒരു പരിപാടിയാണത്. ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ വെറുതെ പറഞ്ഞു കിടന്നപ്പോഴല്ലോ, അത് കാണിക്കണ്ടേ. അതെ, അത് നമ്മളെന്തായാലും ചെയ്ത് കഴിഞ്ഞ് പിന്നെ സിനിമ അതില്ല, ആ സിനിമ ഇല്ല. പിന്നെ സിനിമയായിട്ട് കാണാം. ഇതിപ്പോൾ എന്തിനാ ഇങ്ങനെ പാർട്ടി കൊണ്ടുവരാണ്ടിരിക്കുക. എന്നെ സംബന്ധിച്ച് അത് എനിക്കൊരു സിനിമ പോയിന്റ് ഓഫ് വ്യൂവിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ എനിക്ക് അനാവശ്യമായിട്ടൊന്നും തോന്നിയതായി കാണാം. ചേട്ടാ നമസ്കാരം, പേരെങ്ങനെയായിരുന്നു? ഞാൻ വീണു. ചേട്ടന്? എൻ്റെ ഒരു ബാബുല. എമ്പുരാൻ സിനിമ ഉണ്ടായിരുന്നു. ലാലേട്ട ഫാനാണോ? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, നന്നായിരുന്നു. നല്ല സിനിമയാണ്. എന്താണ് സിനിമയിൽ ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് ഒക്കെ എന്തൊക്കെയാണ്? ലാലേട്ടൻ തന്നെയാണ്. മോഹൻലാലിന്റെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ്. അടിപൊളിയാണ്. മേക്കിങ്ങും കാട്ടിന് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഉറങ്ങിപ്പോയി. ലൂസിഫർ കണ്ട പോലെ അത്ര ആ ഒരു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. വൺ ടൈം വാച്ചബിളാണ്. നമ്മളെ ഒരുപാട് പ്രതീക്ഷ പോയി ഇതിനും കാട്ടി. ഓക്കെ, അപ്പൊ ഇപ്പൊ എഡിറ്റഡ് സീൻസ് ഒക്കെ വരുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ഒരു അഭിപ്രായം? അത് ആവശ്യമില്ലാത്തതാണ്. കാരണം ഒരു സിനിമയെ കൊല്ലുന്ന ഒരു പരിപാടിയാണത്. ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ വെറുതെ പറഞ്ഞു കിടന്നപ്പോഴല്ലോ, അത് കാണിക്കണ്ടേ. അതെ, അത് നമ്മളെന്തായാലും ചെയ്ത് കഴിഞ്ഞ് പിന്നെ സിനിമ അതില്ല, ആ സിനിമ ഇല്ല. പിന്നെ സിനിമയായിട്ട് കാണാം. ഇതിപ്പോൾ എന്തിനാ ഇങ്ങനെ പാർട്ടി കൊണ്ടുവരാണ്ടിരിക്കുക, രാഷ്ട്രീയം നടത്താണ്ടിരിക്കാൻ കേട്ടോ. അതെ, സിനിമ എന്നും സിനിമയാണ്. സിനിമ കണ്ടിട്ട് ആൾക്കാരുടെ 3 മണിക്കൂർ അത്ര ചിന്തിച്ചാൽ മതി. 3 മണിക്കൂർ 2.5 മണിക്കൂർ അത്ര ചിന്തിച്ചാൽ നല്ല സിനിമയിലെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളുക, അത്രേ ഉള്ളൂ. അതാണ് ശരിയാണ്. കാരണം ഈ മാർക്കോ കണ്ടിട്ട് പിള്ളേര് വൈതെറ്റുന്നു പറഞ്ഞു. പക്ഷെ എത്രയോ നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ആ സിനിമകൾ കണ്ടിട്ട് ആൾക്കാർ അത് ചെയ്യുന്നില്ല. മോഹൻലാലിന്റെ ഇതിനെക്കാട്ടി നല്ല സിനിമ വന്നിട്ട് അതുപോലെ ജനങ്ങളാവാറുണ്ട്. സിനിമ എപ്പോഴും സിനിമയായിട്ട് മാത്രം കാണാം, അത് ജീവിതമായിട്ട് ബന്ധപ്പെടുത്താൻ. നമസ്കാരം, പേരെന്തായിരുന്നു? നമസ്കാരം, എൻ്റെ പേര് വിജു. എമ്പുരാൻ സിനിമ ഉണ്ടായിരുന്നു? കണ്ടായിരുന്നു. എന്താണ് സിനിമയെ പറ്റി അഭിപ്രായം? എന്താണ് സിനിമയെ പറ്റി അഭിപ്രായം? നല്ല തന്നെയാണ്. പലരും സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ട് പ്രചരിപ്പിക്കണമെങ്കിലും അതിന് മാത്രം ഫേക്കായിട്ട് തോന്നുന്നില്ല. അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന അത്ര നെഗറ്റീവൊന്നും എനിക്ക് കണ്ടിട്ട് തോന്നിയിട്ടില്ല. എന്തായാലും വെർത്താണ്, നമ്മൾ കാണാനുള്ളതാണ്. ഒരിക്കലെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ് എമ്പുരാൻ. ഇപ്പൊ കേൾക്കുന്ന വിവാദങ്ങൾ അനാവശ്യമാണോ ചേട്ടന്റെ അഭിപ്രായത്തിൽ? ഇപ്പൊ കേൾക്കുന്ന വിവാദങ്ങൾ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണല്ലോ ഓരോരുത്തരും പറയുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് അത് എനിക്കൊരു സിനിമ പോയിന്റ് ഓഫ് വ്യൂവിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ എനിക്ക് അനാവശ്യമായിട്ടൊന്നും തോന്നിയതായി കാണാം. കൊടുത്ത പൈസക്ക് മുതലായി? കൊടുത്ത പൈസക്ക് തീർച്ചയായും മുതലായിട്ടുണ്ട്.